ലോകം ഇന്ന് പശ്ചിമേഷ്യയിലേക്ക് കണ്ണും കാതും കൂർപ്പിച്ചു നിൽക്കുകയാണ്. കാരണം അവിടെ ഒരു പുതിയ ചരിത്രം രചിക്കപ്പെടുകയാണ്. ഇത്രയും കാലം ഉപരോധങ്ങൾ കൊണ്ടും ഭീഷണികൾ കൊണ്ടും ഇറാനെ തകർക്കാമെന്ന് കരുതിയ പാശ്ചാത്യ ശക്തികൾക്ക് ഇപ്പോൾ കൃത്യമായ മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതയായ ഹോർമുസ് കടലിടുക്കിന് മേൽ തങ്ങൾക്കുള്ള പൂർണ്ണ ആധിപത്യം ഇറാൻ ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു പ്രഖ്യാപനമല്ല, മറിച്ച് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന മുന്നറിയിപ്പാണ്. ഇറാന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും വിഘാതം നിൽക്കുന്ന ഏതൊരു ശക്തിയെയും നിലയ്ക്കു നിർത്താൻ ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ കയ്യിലെ ഏറ്റവും കരുത്തുറ്റ ലിവറേജായി ഉപയോഗിക്കുമെന്ന് ബ്രിഗേഡിയർ ജനറൽ റസ വ്യക്തമാക്കുമ്പോൾ അവിടെ മുഴങ്ങുന്നത് ഒരു ജനതയുടെ ആത്മാഭിമാനമാണ്. ഹോർമുസ് കടലിടുക്ക് കേവലം ഒരു ജലപാതയല്ല, ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിരയാണത്. ആ സിരയുടെ നിയന്ത്രണം ഇന്ന് ഇറാന്റെ സായുധ സേനയുടെ ബുദ്ധിപരമായ നീക്കങ്ങൾക്ക് കരുത്തുറ്റ മാനേജ്മെന്റിനും കീഴിലാണെന്ന യാഥാർത്ഥ്യം അമേരിക്കയും ഇസ്രായേലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒമാൻ ഉൾക്കടലിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ച വിദേശ സൈന്യങ്ങൾ ഇറാനിയൻ പോരാളികളുടെ ചുവടുറപ്പിന് മുന്നിൽ ആവർത്തിച്ച് പിൻവാങ്ങേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ്. ഇത് ഇറാന്റെ സൈനിക വീരത്തിന്റെ മാത്രം തെളിവല്ല, മറിച്ച് തങ്ങളുടെ കടലിൽ ആർക്കും കടന്നുകയറാൻ അനുവാദമില്ല എന്ന ഇച്ഛാശക്തിയുടെ കൂടി തെളിവാണത്. നിയമങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ച 2 ചരക്ക് കപ്പലുകൾ ഇറാനിയൻ സൈന്യം തടഞ്ഞു നിർത്തി തീരത്തെത്തിച്ചത് ഈ ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായിരുന്നു. ഗ്രീക്ക് നിയന്ത്രണത്തിലുള്ള എപ്പാമിനോണ്ടാസ് ഉൾപ്പെടെയുള്ള കപ്പലുകൾക്കെതിരെ ഇറാൻ എടുത്ത നടപടികൾ ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. സ്വന്തം ജലപാതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാൻ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യില്ല. അമേരിക്കൻ സേന ഒരു ഇറാനിയൻ ചരക്ക് കപ്പലിന് നേരെ വെടിയുതിർക്കുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ ഓയിൽ ടാങ്കറിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതിന് തക്കതായ മറുപടി നൽകാൻ ഇറാൻ ബാധ്യസ്ഥരാണ്. അമേരിക്കയുടെ ഇത്തരം പ്രകോപനപരമായ നടപടികൾക്ക് അതേ ഭാഷയിൽ തന്നെ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ ജനറൽ പറയുമ്പോൾ അത് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത് സ്വന്തം വിഭവങ്ങൾ സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്നതാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഭയക്കുന്നത് ഇറാന്റെ ഈ കരുത്തിനെയാണ്. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന ആഗോള എണ്ണ വിതരണത്തെ നിയന്ത്രിക്കാൻ ഇറാന് സാധിക്കുമെന്നത് അവർക്ക് വലിയ ഭീഷണിയുമാണ്. എന്നാൽ ഇറാൻ ആഗ്രഹിക്കുന്നത് സമാധാനം. പക്ഷേ ആ സമാധാനം ഭീഷണികൾക്ക് മുന്നിൽ തല കുനിച്ചുകൊണ്ടുള്ളതാവില്ല എന്ന് രാജ്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കുതന്ത്രങ്ങളെ തകർക്കാൻ ഇറാനിയൻ സൈന്യം സജ്ജമാണ്. ഇറാന്റെ കൈവശമുള്ള അതിശക്തമായ മിസൈലുകളിൽ ഭൂരിഭാഗവും ഇതുവരെ ഒരു യുദ്ധവേളയിലും പുറത്തെടുത്തിട്ടില്ല എന്ന ജനറൽ തലൈക്നിക്കിന്റെ വെളിപ്പെടുത്തൽ ശത്രുക്കൾക്കുള്ള വലിയൊരു താക്കീതാണ്. ശത്രുക്കളുടെ ഏത് വലിയ നീക്കത്തെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള വൻ ആയുധശേഖരം ഇറാന്റെ പക്കൽ സുരക്ഷിതമായി ഇരിപ്പുണ്ടെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നുമുണ്ട്.